Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കാങ്കോൽ കുണ്ടയംകോവലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രിന്റിംഗ് സ്ഥാപനം പ്രദേശത്ത് ദുരിതം വിതയ്ക്കുന്നു. 3 കുടുംബങ്ങളുടെ കിണർ വെള്ളമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കലർന്ന് മലിനമായിരിക്കുന്നത്. അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സർവേയിലൂടെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ച് പയ്യന്നൂർ നഗരസഭ. ചെയർപേഴ്സൺ KV ലളിത പയ്യന്നൂർ നഗരസഭയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ പുതിയങ്ങാടി ടൗണിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിന് പിഴ ചുമത്തി. സ്ഥലമുടമയ്ക്കും സ്ഥലത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്വാർട്ടേഴ്സിനും സ്ഥാപനത്തിനുമാണ് പിഴ ചുമത്തിയത്. കരിവെള്ളൂർ സമരനായകരിൽ ഒരാളായിരുന്ന K. കൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടറി KK രാകേഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാങ്കോൽ കുണ്ടയംകോവലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രിന്റിംഗ് സ്ഥാപനം പ്രദേശത്ത് ദുരിതം വിതയ്ക്കുന്നു. 3 കുടുംബങ്ങളുടെ കിണർ വെള്ളമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കലർന്ന് മലിനമായിരിക്കുന്നത്. ആകാശത്തു നിന്ന് കീടനാശിനി തളിക്കപ്പെട്ട് മാരകരോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും കീഴ്പ്പെട്ട ഒരു ജനത കുണ്ടയംകോവലിൽ നിന്നും അധികം ദൂരെയല്ല. സമാന രീതിയിൽ കാങ്കോൽ കുണ്ടയംകോവലിൽ 7 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന പ്രിന്റിംഗ് സ്ഥാപനം ഇപ്പോൾ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 3 കുടുംബങ്ങളുടെ കിണർ വെള്ളമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കലർന്ന് മലിനമായിരിക്കുന്നത്. കുടിവെള്ളം മലിനമായത് കാരണം 2 വീട്ടുകാർ ഇതിനകം താമസം മാറിക്കഴിഞ്ഞു. കമ്പനിയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന രൂക്ഷമായ ഗന്ധം കിണർ വെള്ളത്തിൽ നിന്നുമുണ്ടായപ്പോഴാണ് വീട്ടുകാർ ഇത് ശ്രദ്ധിച്ചത്. ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണിപ്പോൾ. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു നിന്നുള്ള കുടിവെള്ളത്തെയാണ് ഇവർ ആശ്രയിക്കുന്നത്. കമ്പനിയിൽ നിന്നും വരുന്ന രാസമാലിന്യം കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മുടെ കിണറുകളിൽ വ്യാപിച്ചിട്ടാണുള്ളത്. 6 വർഷമായിട്ട് നമ്മളെ കുട്ടികളും ഒരു തലമുറ തേച്ചും ഈ കുടിവെള്ളമാണല്ലോ കഴിക്കുന്നത് എന്ന് ഓർത്തിട്ടുള്ള വലിയ ഭീതിയിലാണ് ഞങ്ങൾ. ഈ കമ്പനിയെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കോളൂ. നെയിം ബോർഡില്ല. 6 വർഷമായിട്ട് പഞ്ചായത്ത് ലൈസൻസുള്ളൊരു സ്ഥാപനം നെയിം ബോർഡ് ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. അതുമാത്രമല്ല, ഈ കമ്പനി നമ്മളെ പ്രദേശത്തോട് ചെയ്ത ഈ പാതകം ഇത് ഇനി അനുവദിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇത് അടച്ചുപൂട്ടണം. അതുമാത്രമല്ല, ഇവിടെ കൂട്ടിയ മാലിന്യക്കൂമ്പാരം വലിയ ആശങ്കയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ മാലിന്യക്കൂമ്പാരം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റാൻ വേണ്ടി അധികൃതർ ഇടപെടണം എന്നുമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ എൻ്റെ താഴെ താമസിക്കുന്ന ആളാണ്. ഞാനൊരു 19 വർഷത്തായി ഇവിടെ താമസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കമ്പനി വന്നിട്ട് ഏകദേശം ഒരു 7 വർഷത്തിൻ്റെ അടുക്കെയായി, 6-7 വർഷം ആയി എന്നാണ് തോന്നുന്നു. അപ്പോൾ ഇതിന് മുന്നേ 1-2 പ്രാവശ്യം ഞാനിത് പറഞ്ഞതാണ്. ഈ റോട്ടിലേക്കൂടെ ഇങ്ങനെ മാലിന്യത്തിൻ്റെ ജലത്തിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ മണവും പ്രശ്നങ്ങളും കളറൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഇത് സൂചിപ്പിച്ചതാണ്. അതിനുശേഷം വലിയ നടപടിയൊന്നും ഉണ്ടായിട്ട് പിന്നീട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. ഇപ്പോൾ നമ്മുടെ കിണറിലേക്ക് ഈ ഒരു സാധനം വന്നതാണ്. ഇപ്പോൾ 5 ദിവസമായി ഞങ്ങൾ ഈ പ്രദേശത്തുള്ള 3 വീടുകളിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. രാസമാലിന്യമാണ്. ഇപ്പം ജലവകുപ്പ് അതേ കണക്ക് തന്നെ പഞ്ചായത്ത് മറ്റുള്ളവരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെള്ളം ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് പുറത്തെടുത്ത മാലിന്യം കാണാൻ പറ്റും. അത് ഇവിടുന്ന് മാറ്റി ഇപ്പം സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റി അധികൃതർ ഇതിന് തക്കതായ നടപടി സ്വീകരിക്കും വേണം. ഞങ്ങളുടെ കുടിവെള്ള പ്രശ്നമാണ്, അതാണ്
ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മണവും ഇതും അനുഭവപ്പെട്ടത് ഇപ്പോൾ ഒരു 3 വീടുകളിലാണ്. ഇതിന് താഴോട്ടുള്ള വീടുകളിലും ഇത് ബാധിക്കുന്നുണ്ടാവും എന്നാണ് പിന്നെ ജിയോളജി വകുപ്പും മറ്റും പറഞ്ഞത്. കാരണം ഇതിപ്പോൾ മണമുള്ളത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത്. ഈ സൺപാക്ക് പ്രിന്റിംഗ് കമ്പനിയുടെ സമീപത്തെ താഴത്തെ ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ്. അവിടെയുള്ള രാസമാലിന്യം എൻ്റെ വീട്ടിലെ കിണറിൻ്റെ അടുത്തുള്ള ചാലിലൂടെയാണ് ഒഴുകി പരക്കുന്നത്. ഈ നാട് മുഴുവൻ പരക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാസമാലിന്യ ഫാക്ടറി അടച്ചുപൂട്ടുന്നത് വരെ നമ്മൾ വലിയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കിണറിലടക്കം ഇതിൻ്റെ മലിനം വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്നതാണ്. 2-3 കുട്ടികളെല്ലാം കൊണ്ട് താമസിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഈ ചുറ്റുവട്ടത്ത് മൊത്തം എല്ലാ കിണറിലും ഇങ്ങനെ ഒരു സ്മെല്ലും ഇതെല്ലാം വന്നതുകൊണ്ട് ഇപ്പം ആകെ ഭയത്തിലാണുള്ളത്. കാരണം എൻ്റെ മക്കളും ഞാനെല്ലാം വെച്ച് കഴിഞ്ഞാൽ പൊതുവേ വെള്ളം തിളപ്പിക്കാണ്ട് പച്ചവെള്ളമെല്ലാം കുടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മക്കളെയും കൊണ്ട് എങ്ങനെ ധൈര്യത്തിൽ മക്കൾക്ക് ഈ വെള്ളം കൊടുക്കാമെന്നുള്ളൊരു പേടിയിലെല്ലാം ഉള്ളത്. പിന്നെ പൊതുവേ അതുവഴി വരുമ്പം തന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളെല്ലാമാണ്. പിന്നെ രാത്രി സമയത്തും നല്ല സ്മെല്ലെല്ലാം വരലുണ്ട് ചില സമയത്ത്. ഇനിയിപ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് എന്താ ചെയ്യേണ്ടത്, താമസം മാറിയോ വേണ്ട അങ്ങനെയുള്ളൊരു ഭീതിയിലാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. ദുർഗന്ധം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളാകെ ഭയത്തിലാണുള്ളത്. വെള്ളമൊക്കെ സ്മെല്ലായിട്ടുണ്ട്, വീട്ടിലെ കളർ സ്മെല്ലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഴ വരുമ്പം മഴവെള്ളത്തിൽ ഒരുപാട് ദുർഗന്ധം വരുന്നുണ്ട്. ചുറ്റുപാടിലെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഉള്ളത്. കുടിവെള്ളം ഉണ്ട് കൊണ്ടുപോയിട്ട് ടെസ്റ്റിന്. നമുക്കും പേടി തന്നെ. ഇപ്പം നമ്മളെ ഇതിന് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അവർ പറയുന്നത് പിന്നെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പരക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെ ഇതിലേ കൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെല്ലാം ഭയങ്കര മണമാണ്. നമ്മൾ സൈഡിലേക്ക് കൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് എല്ലാ സ്ഥലത്തും മണക്കുന്നുണ്ട് ഇപ്പം. പിന്നെ നമുക്ക് കുഞ്ഞക്കെല്ലാം കൊടുക്കുമ്പോൾ പേടിയുണ്ട്. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇവരുടെ മാലിന്യങ്ങൾ ഇവിടെ കുഴിച്ചു മൂടാറുണ്ടെന്ന പരിസരവാസികളുടെ ആരോപണത്തെ തുടർന്ന് പരിശോധിച്ചപ്പോൾ നാളുകളായി കുഴിച്ചു മൂടിയ മാലിന്യങ്ങളാണ് JCB ഉപയോഗിച്ച് ഇവിടെ നിന്നും കുഴിച്ചെടുത്തത്. ഈ രാസമാലിന്യങ്ങളാണ് മണ്ണിൽ കൂടി കിണറുകളിലെത്തുന്നത്. ഇത് കൃഷിയിടങ്ങളിലേക്കും എത്തുന്നുണ്ടാവാം. 1/2 കിലോമീറ്ററിനപ്പുറം വയലാണ്. സ്ഥാപനം സ്വന്തമായി ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടുമില്ല. ഇത്തരത്തിൽ വർഷങ്ങളായി ഒരു പ്രദേശത്തെയാകെ മലിനപ്പെടുത്തുന്ന ഈ സ്ഥാപനത്തിന് അനുമതി കൊടുത്ത പഞ്ചായത്ത് അധികാരികളും പ്രദേശവാസികളുടെ ഈ ദുരിതത്തിന് ഉത്തരവാദികളാണ്. ഇത് കുടിവെള്ളത്തിന്റെ മാത്രം പ്രശ്നമല്ല, പ്രദേശത്തിന്റെ ആകെയും മണ്ണിന്റെയും മനുഷ്യന്റെയും നിലനിൽപ്പിന്റെയും കൂടി പ്രശ്നമാവുകയാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി ചെയർപേഴ്സൺ KV ലളിത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സർവേയിലൂടെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. നഗരസഭ നടത്തിയ ക്രിയാത്മക നടപടിയിലൂടെ അതിദരിദ്രരായി കണ്ടെത്തിയ 57 പേരെയും ദാരിദ്ര്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിലൂടെ അതിദരിദ്രരില്ലാത്ത നഗരസഭയായി പയ്യന്നൂർ നഗരസഭ മാറിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. എല്ലാ മാസവും കൃത്യമായി അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും വയോമിത്ര മുഖേനയും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയും ചികിത്സയും മരുന്നും ലഭ്യമാക്കുന്നതിനു വേണ്ടിയും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീടില്ലാത്ത ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. തുടർന്ന് നിരവധിയായിട്ടുള്ള കുടുംബങ്ങളിൽപ്പെട്ടുള്ള ആളുകൾക്കെല്ലാം ഏതെങ്കിലും രീതിയിലേക്കുള്ള മറ്റ് സഹായങ്ങൾ ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള പാസ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക, യാത്രാ സൗകര്യം ഉറപ്പുവരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, അതുപോലെ തന്നെ തൊട്ടടുത്ത വിദ്യാലയങ്ങളിൽ അവർ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ. നഗരസഭ ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി രേഖായം റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, T വിശ്വനാഥൻ, VV സജിത, TP സമീറ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, MV ഹരിദാസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ പുതിയങ്ങാടി ടൗണിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിനെ പിഴ ചുമത്തി. സ്ഥലമുടമയ്ക്കും സ്ഥലത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്വാർട്ടേഴ്സിനും സ്ഥാപനത്തിനുമാണ് പിഴ ചുമത്തിയത്. വലിയ തോതിലാണ് പ്രദേശത്ത് ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നതായി കണ്ടെത്തിയത്.
സ്ഥലത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന ഹമീദ് കെട്ടി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ നിന്നും നിരവധി പ്ലാസ്റ്റിക് കവറുകൾ, ചെരുപ്പുകൾ, തലയണ, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ മാലിന്യങ്ങൾ വലിയ തോതിൽ പ്രദേശത്ത് തള്ളിയിരിക്കുന്നതായി കണ്ടെത്തി. ക്വാർട്ടേഴ്സിൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ക്വാർട്ടേഴ്സിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പിൽ നിന്നുമുള്ള മലിനജലം തുറസായി സമീപത്തേക്ക് ഒഴുക്കിവിടുകയും പ്രദേശത്ത് കെട്ടിക്കിടക്കുന്നതായും കണ്ടെത്തി. ക്വാർട്ടേഴ്സിന് സ്ക്വാഡ് 8,000 രൂപ പിഴ ചുമത്തി. സംഭവസ്ഥലത്തിന് സമീപത്തായി പ്രവർത്തിച്ചു വരുന്ന J&N ഫ്രഷ് പിക്സ് എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള പച്ചക്കറി അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്രദേശത്ത് കൂട്ടിയിടുകയും കത്തിക്കുകയും ചെയ്തതായി സ്ക്വാഡ് കണ്ടെത്തി. സ്ഥാപനത്തിന് സ്ക്വാഡ് 3,000 രൂപ പിഴ ചുമത്തി. സ്ഥലത്തിന്റെ ഉടമയെ സ്ക്വാഡ് സംഭവസ്ഥലത്ത് വിളിച്ചുവരുത്തി പ്രദേശത്ത് മാലിന്യങ്ങൾ തള്ളുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിക്കുകയും തുടർന്ന് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും 4,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. 3 വ്യക്തികളോടും പ്രദേശത്ത് തള്ളിയിരിക്കുന്ന മാലിന്യങ്ങൾ എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിബിൽ CK, മാടായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു രവി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 4.5 പതിറ്റാണ്ടായി പിലിക്കോടിന്റെ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ അനുപമ ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച 2 നില കെട്ടിടം നാടിന് സമർപ്പിച്ചു. പട്ടികജാതി പിന്നോക്കക്ഷേമ മന്ത്രി OR കേളു കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. അനുപമ ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിച്ച 2 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചു. ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം കാണാൻ സാധിക്കും. പാഠശാലയെ സംബന്ധിച്ച് അതേസമയത്ത് പഴയകാലത്ത് വായനശാല ഗ്രന്ഥാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങളെ സജീവമാക്കുന്ന ഒരു സ്ഥാപനമാണ്. പുതിയ കെട്ടിടത്തിലെ N ദണ്ഡപാണി പൊതുവാൾ സ്മാരക ഹാൾ M രാജഗോപാലൻ MLA നാടിന് സമർപ്പിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ ചേർന്ന് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ C ഭരതൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി. ജനറൽ കൺവീനർ KP മനോജ്, വർക്കിംഗ് ചെയർമാൻ TV അജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് സിനി ട്രാക്ക് ഗാനാലാപന മത്സരവും അങ്കണവാടി കലോത്സവവും വനിതാവേദി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാടക നൃത്തശില്പവും മറ്റു കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ സമരനായകരിൽ ഒരാളായിരുന്ന K കൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടറി KK രാകേഷ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവെള്ളൂർ സമരനായകരിൽ ഒരാളുമായ K കൃഷ്ണൻ മാസ്റ്ററുടെ 32ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ K നാരായണൻ പതാക ഉയർത്തി. രക്തസാക്ഷി നഗർ കേന്ദ്രീകരിച്ച് ഓണക്കുന്നിലേക്ക് പ്രകടനം നടന്നു. തുടർന്ന് AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി KK രാകേഷ് ഉദ്ഘാടനം ചെയ്തു. ഇത് നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ത്യയിലെ മറ്റ് പലയിടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി തലയുയർത്തി നിൽക്കുകയാണ്. അങ്ങനെ തലയുയർത്തി നിൽക്കുന്നതിന് ഇടയായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കരിവെള്ളൂർ ഉൾപ്പെടെയുള്ള കയ്യൂരും കരിവെള്ളൂരും കാവുമ്പായിലും മുനേക്കുന്നിലും തില്ലക്കേഴിയിലും പഴശ്ശിയിലും പായത്തും പെരളത്തും പുന്നപ്രയിലും വയലാറിലും എല്ലാം നടന്നിട്ടുള്ള ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് നമ്മുടെ കേരളത്തെ കേരളമാക്കി മാറ്റിയത്. K നാരായണൻ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, KK ഗംഗാധരൻ, M രാഘവൻ, P രമേശൻ, C കൃഷ്ണൻ, V നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയുമായി ഏഴോം ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പ്രദേശത്തെ ഓവുചാലുകൾ JCB ഉപയോഗിച്ച് ശുചീകരിച്ചു. നെറ്റ്വർക്ക് ചാനൽ വാർത്തയെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്.
മഴ പെയ്തതോടെ പഴയങ്ങാടി പട്ടണത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പഴയങ്ങാടി കുളങ്ങരപ്പള്ളി മുതൽ ബസ് സ്റ്റാൻഡ് വരെ KSTP റോഡിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. KSTP റോഡിലെ ഓവുചാലുകൾ മഴയ്ക്ക് മുൻപേ ശുചീകരിച്ചിരുന്നില്ല. ഇത് വെള്ളമൊഴുകി പോകാൻ തടസ്സമായി. വെള്ളക്കെട്ട് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ഇത് നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ഓവുചാലുകളിലെ സ്ലാബ് നീക്കി JCB ഉപയോഗിച്ച് ചെളിയും മണ്ണും നീക്കം ചെയ്തു. പ്രവൃത്തി വരും ദിവസങ്ങളിലും തുടരുമെന്നും മഴ നേരത്തെ എത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ കാലങ്ങളും ഈ വർഷകാലത്ത് ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ അതിവർഷം ഈ പഴയങ്ങാടി ടൗണിലെ മിക്കവാറും കടകളിൽ വെള്ളം കയറി ചെയ്യുന്ന ഒരവസ്ഥ 2-3 വർഷമായിട്ടുണ്ട്. പക്ഷേ കൊല്ലം നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ 20 മുതൽ പഴയങ്ങാടി വരെയുള്ള 2 പ്രാവശ്യത്തിലുള്ള ഡ്രെയിനേജ് അത് സ്ലാബ് തുറന്ന് അതിൽ ഭീമമായ തരത്തിൽ ഈ മാലിന്യങ്ങളും അതുപോലെ മണ്ണും വന്ന് നിറഞ്ഞ് അത് ഒഴിവാക്കാനുള്ള പ്രവർത്തനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ PWDയുടെ ഭാഗമായി അതിൻ്റെ വർക്കുകളും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായ വർക്കുകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. PWDയിൽ ഇപ്പോൾ KSTP റോഡിൻ്റെ റണ്ണിങ് കോൺട്രാക്ട് പ്രകാരം ഒരു വർക്കുകളുണ്ട്. അപ്പോൾ അതും നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഈ കാലവർഷം നേരത്തെ എത്തിയത് ഇപ്പോൾ നമുക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് PV അബ്ദുള്ള എന്നിവർ ശുചീകരണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഈ അവധിക്കാലം ഫോണിലും ഓൺലൈൻ ഗെയിമിലും ഒതുക്കാതെ ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് വിജയിച്ചതിന്റെ സന്തോഷമാണ് പയ്യന്നൂരിലെ 8ാം ക്ലാസ്സുകാരൻ സൂര്യനാരായണന്. യുവാക്കൾക്കിടയിൽ ട്രെൻഡിംഗ് ആകുന്ന വിവിധ കമ്പനികളുടെ വസ്ത്രങ്ങൾ സൂര്യനാരായണന്റെ ട്രാവിസ് കളക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. പയ്യന്നൂർ BSNL ഓഫീസിന് എതിർവശത്ത് തന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വീടിന്റെ പൂമുഖത്താണ് ട്രാവിസ് കളക്ഷൻ പ്രവർത്തിക്കുന്നത്. ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് അത് നല്ല വൃത്തിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുട്ടി സംരംഭകനാണ് എനിക്കൊപ്പം ഉള്ളത് സൂര്യനാരായണൻ. 7ാം ക്ലാസ്സുകാരനാണ്. ഇനിയിപ്പോൾ ഹൈസ്കൂളിലേക്ക് പോകുന്നേ ഉള്ളൂ, അപ്പർ പ്രൈമറി എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും ബിസിനസിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് ബിസിനസ് തുടങ്ങിയിട്ട്? ആളുകളൊക്കെ എന്താ പറയുന്നത്? ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ട് ഫാമിലീൻ്റെ നല്ല സപ്പോർട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ നല്ല സപ്പോർട്ടുണ്ട്, എല്ലാവരും. പിന്നെ പഠിക്കണം എന്തായാലും പറയുന്നുണ്ട്. പഠിപ്പില്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല. പിന്നെ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടി മനസ്സിലായി എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. എനിക്കിപ്പോൾ എൻ്റെ തന്നെ ഒരു ബ്രാൻഡ് തന്നെ തുടങ്ങണമെന്നുണ്ട്, സ്വന്തമായിട്ടുള്ളൊരു ഡ്രസ് ബ്രാൻഡ്. അതെ. അപ്പോൾ ബിസിനസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് വീട്ടിൽ കൊണ്ടുവന്ന് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വീടാണ്, അതിൻ്റെ പൂമുഖത്താണ് ഇപ്പോൾ കടയിട്ടിരിക്കുന്നത്. ട്രാവിസ് എന്ന് പറയുന്നിട്ട് ഒരു നല്ല കിടുക്കാച്ചി പേരും കൊടുത്തിട്ടുണ്ട്. ഈ പേരിന് പ്രത്യേകിച്ച് അർത്ഥം വല്ലതുണ്ടോ? ട്രാവിസ് എന്ന് പറഞ്ഞൊരു സ്പാനിഷ് ഫ്രഞ്ച് ഒരു നെയിമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബീങ് എ ഗുഡ് മാൻ, ബീങ് എ ഗുഡ് ബിസിനസ് മാൻ ആണ്. പിന്നെ ട്രാവിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാവിസ് സ്കോട്ട് എന്ന് പറഞ്ഞൊരു സിംഗറും കൂടി ഉണ്ട്. അപ്പം ആ ഒരു സിംഗറിൻ്റെ ഒരു ഇതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഈ പേര് അല്ലേ? ഓക്കെ. അപ്പോൾ നന്നായി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, നന്നായി പഠിക്കുന്നുണ്ട്. സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നോ? അത്യാവശ്യത്തിന് പഠിക്കുമായിരുന്നു. ഇനിയിപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയുമോ ഇങ്ങനെ ഡ്രസ്സൊക്കെ വിട്ട് നടന്നാൽ പോരാ, പഠിക്കണം എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സ് ഉണ്ടോ? അല്ല നല്ല കട്ട സപ്പോർട്ടായിട്ടുള്ള ടീച്ചേഴ്സാണോ ഉള്ളത്? ഇങ്ങനെ പോലെ ഒന്നും നടന്നുകൂടാ, പഠിക്കണം, അത് തന്നെ. അങ്ങനെ തന്നെയാണ് പറയുന്നത്. സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, അത്ര സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളെപ്പോഴും ഘോരഘോരമായി പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ, മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും, ബിസിനസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അത് മോനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കും തോന്നുന്നുണ്ട്. എൻ്റെ ഫാമിലീസിനെ എപ്പോഴും ഞാൻ അതിനെപ്പറ്റി കുറച്ച് ഫൈറ്റെല്ലാം ആയിക്കിരി. അതെ, നമ്മൾ പലപ്പോഴും കുട്ടികളെ പഠിപ്പിച്ചിട്ട് നല്ലൊരു ജോലിക്കാരനാവാൻ വേണ്ടി പഠിപ്പിക്കുക, നല്ല ജോലി വാങ്ങിക്കുക. പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ സ്വയം ഒരു ജോലി കണ്ടെത്തുക, മറ്റുള്ളവർക്ക് കൂടി, ഇപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരനായ മറ്റുള്ളവർക്ക് കൂടി ജോലി കൊടുക്കാൻ കൂടി പറ്റും അല്ലേ? അപ്പോൾ അത്രയും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഫോണിന് വേണ്ടിയിട്ടും ഒക്കെയാണ് വാശി പിടിക്കുക. ആ സമയത്ത് ഇങ്ങനൊരു ആവശ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു വീട്ടുകാരുടെ ആദ്യത്തെ ഒരു പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വീട്ടുകാർ പറഞ്ഞു ബിസിനസ് കുറച്ച് ടഫാണ്, നീ അതിനെ പറ്റിയിട്ട് നല്ലോണം പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് മതി നിനക്ക് എല്ലാം
ഇത് ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇത്ര ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് സൂര്യനാരായണൻ്റെ ഡ്രസ് കളക്ഷൻസ് അല്ലേ? ഇത് ഏതൊക്കെ പ്രായമുള്ളവർക്കുള്ളതാണുള്ളത്? ഇപ്പോഴത്തെ ഫാഷൻ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പ്രായത്തിന് എന്ത് ഡ്രസ്സ് ഫാഷൻ അല്ലേ? അതെ, അല്ല അങ്ങനെയല്ല, ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കൊക്കെയുള്ള ഡ്രസ്സാണ്? ചെറിയ കുട്ടികൾക്കുള്ളതുണ്ടോ? അങ്ങനെയില്ല, ഒരു 12 to 30 ഒരു പ്രായം, 12 തൊട്ട് ഏജ് ഉണ്ട്. 12 വയസ്സ് മുതൽ എല്ലാവർക്കും ഉണ്ട്. ആൺകുട്ടികളുടെ വസ്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കാണല്ലോ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ എവിടുന്നാണ് ഈ ഡ്രസ്സൊക്കെ എടുക്കുന്നതും? ഞാൻ കുറേ ഹോൾസെയിൽ ഡീലേഴ്സിനെല്ലാം കോണ്ടാക്ട് ചെയ്ത് അവരെനിക്ക് ഡ്രസ്സ് ഇവിടെ എത്തിക്കും. ഇതിനൊക്കെയുള്ള വഴി എങ്ങനെയാണ് തെളിഞ്ഞു വന്നത്? ഇൻസ്റ്റാഗ്രാം ആണോ? ഇൻസ്റ്റാഗ്രാം മെയിനായിട്ട്, പിന്നെ 2-3 ഫ്രണ്ട്സ് അവരെ ഫ്രണ്ട്സിൻ്റെ കോണ്ടാക്ട്സ് തന്നു, അവരെ ഫ്രണ്ട്സ് എനിക്ക് വേറെ കോണ്ടാക്ട്സ് തന്നു, അങ്ങനെ കുറേ ഇതായി. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള ഒരുപാട് ബന്ധങ്ങൾ കിട്ടും, പെട്ടെന്ന് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം വിചാരിച്ചിരുന്നോ? ഇറങ്ങിയപ്പോൾ കുറച്ച് ഈസി ആയി തോന്നുന്നുണ്ടോ? യെസ്, ഇപ്പം നല്ല എല്ലാം ഒരു ഫ്രണ്ട്സും എല്ലാവരും ഉള്ളതുകൊണ്ട് അവരെ സപ്പോർട്ടും, അപ്പോൾ കുറേ ഡീലേഴ്സിനും പരിചയപ്പെട്ടുകൊണ്ട് അവരെ സപ്പോർട്ടും എല്ലാം കിട്ടുന്നുണ്ട് ഡ്രസ്സ് കിട്ടുന്നതിന്. അതെ, അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരാളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, സ്വന്തമായിട്ടൊരു ഇൻട്രസ്റ്റ് വേണം, അങ്ങനെ നമ്മൾ തന്നെ ഇറങ്ങി പഠിക്കണം. അത്തരത്തിലുള്ള കുറേ പഠനങ്ങളൊക്കെ ഇപ്പോൾ കിട്ടി. ഇപ്പോൾ സ്കൂൾ തുറന്നാൽ എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്? സ്കൂൾ തുറന്നാൽ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓൺലൈനിലാണ്. അപ്പോൾ ഓൺലൈനിൽ ഞാൻ കൂടുതൽ സെയിൽ ചെയ്യും, പിന്നെ സൺഡേ മാത്രം ഷോപ്പ് ഓപ്പൺ ചെയ്യും, ബാക്കിയുള്ള ഡേയ്സും ഞാൻ ഷോപ്പ് ഓപ്പൺ ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓൻ 12th ഗ്രേഡ് ഫിനിഷായി ഇനി കോളേജിലേക്ക് പോകുന്നത്, അപ്പം ഓനിവിടെ നിൽക്കും ബാക്കിയുള്ള ദിവസമെല്ലാം. അങ്ങനെ ബിസിനസ്സും പഠനവും രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹം അല്ലേ? ഇനി വലുതായിട്ട് ആരാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ തന്നെയാണോ ഉത്തരം? പഠിച്ച മറ്റു ജോലികൾ വാങ്ങിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടോ കൂട്ടത്തില്? ഇല്ല, ബിസിനസ്. എന്താണ് പറയുന്നത്? വീട്ടുകാർ പഠിക്കാൻ അതന്നെ അറിയില്ല, ബിസിനസ്സുകാരനാകുമ്പോഴും നന്നായി പഠിക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യനാരായണനിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എല്ലാ പ്രോത്സാഹനവും അങ്ങനെ നൽകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. ഇനി മഴക്കെടുതി. നിർമ്മാണം പൂർത്തിയായി വരുന്ന ദേശീയപാതയിലെ മിക്ക അടിപ്പാതകളും വെള്ളത്തിൽ മുങ്ങിയതോടെ വലഞ്ഞ് യാത്രക്കാർ. എല്ലായിടത്തും അടിപ്പാത റോഡ് താഴ്ത്തി നിർമ്മിച്ചതോടെ വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. അതുകൊണ്ട് തന്നെ ദുരിതയാത്ര തന്നെയായിരിക്കും ഈ മഴക്കാലമൊക്കെയും യാത്രക്കാർ അനുഭവിക്കേണ്ടി വരിക. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ കോത്തായിമുക്ക് പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസിലെ കോറോം അമ്പലത്തറ അടിപ്പാതയാണിത്. ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വെള്ളത്തിലിറങ്ങി കയറുവാനുള്ള സൗകര്യം ഒരുക്കിയതുപോലെയാണ് ഈ അടിപ്പാതയുള്ളത്. 6 വരി പാതയ്ക്ക് താഴെ ഇങ്ങനെയൊരു പാത ഒരുക്കിയപ്പോൾ വലിയ വാഹനങ്ങൾ മുകളിൽ തട്ടാതിരിക്കാൻ എന്നോണം തീർത്തും അശാസ്ത്രീയമായി അടിപ്പാതയിലെ റോഡ് താഴ്ത്തുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് ഈ വെള്ളക്കെട്ടിന് കാരണവും. കേവലം കോറോം റോഡിലെ മാത്രം പ്രശ്നമല്ല ഇത്. ദേശീയപാതയ്ക്കായി നിർമ്മിക്കപ്പെട്ട മിക്ക അടിപ്പാതകളിലും ഈ അവസ്ഥ തന്നെയാണുള്ളത്. നാഷണൽ ഹൈവേ റോഡിൻ്റെ ബന്ധപ്പെട്ട് അടിപ്പാത വളരെ മൊത്തം, ഞാനിപ്പോൾ ഒരു കോറോം ഒരു സ്വദേശിയാണ്. ഇതിലെ യാത്ര ചെയ്യുമ്പോൾ വളരെ ദുഷ്കരവും മഴ പെയ്തുകൊണ്ട് അടിപ്പാത വളരെ താത്തിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്. വെള്ളക്കെട്ട് ഭയങ്കരമായിട്ട് ഉണ്ട്. 2 വീലറായിട്ടും വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മഴക്കെടുതി ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം തന്നെ ഇങ്ങനെ നാഷണൽ ഹൈവേ താഴ്ത്തിട്ടാണ് ഈ റോഡ് ഉള്ളത്. വ്യക്തമായ ആസൂത്രണമോ ശാസ്ത്രീയമായ നീരൊഴുക്ക് പഠനമോ ഒന്നും നടത്താതെയാണ് ദേശീയപാത നിർമ്മിക്കപ്പെട്ടത് എന്നത് തന്നെയാണ് മിക്ക യാത്രക്കാരുടെയും നാട്ടുകാരുടെയും അഭിപ്രായവും. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ നൽകേണ്ടി വരികയാണ്. ജനങ്ങളുടെ ദുരിതം അത്രത്തോളം ഉണ്ട് എന്ന് പറയാതെ വയ്യ. ഇത് കണ്ടോത്ത് അമ്പലത്തറ കോറം ലിങ്ക് റോഡാണ്. ഇതുവരെയും ആളുകൾ ഏറ്റവും സുഗമമായി പോയിക്കൊണ്ടിരുന്ന ഒരു റോഡാണ്. അവിടെ ഈ നാഷണൽ ഹൈവേയുടെ ഒരു അടിപ്പാത വരുന്നുണ്ട്. മഴ ആരംഭിച്ച സമയം മുതൽ തന്നെ നല്ല വെള്ളക്കെട്ടാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ അടിപ്പാതകളിലും
ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്, ഇവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് എന്നൊന്നും നോക്കാതെ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത്രമാത്രം മഴ ലഭിക്കുന്ന കേരളത്തിൽ ഈ റോഡിൽ നിന്ന് ഇതുവരെ റോഡ് എത്രമാത്രം ഉയർത്തിയാണോ അതിനേക്കാൾ കുഴിച്ചാണ് അടിപ്പാതകൾ നിർമ്മിച്ചിട്ടുള്ളത്. കാരണം NH-ന് ഒരു നിശ്ചിതമായ ഉയരം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ റോഡിന് നീളം കൂട്ടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി അടിപ്പാതയുടെ റോഡ് ഏറ്റവും കുഴിച്ച് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് എല്ലായിടത്തും ഈ അടിപ്പാതകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ സാധാരണക്കാരൻ്റെ യാത്ര എല്ലാ മഴക്കാലത്തും ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ താണ്ടി തന്നെയായിരിക്കും. ഇതിന് ഒരു പരിഹാരം കാണാൻ കഴിയുകയുമില്ല. അത്രത്തോളം ഇങ്ങനെയാണ് എല്ലാ NH-ൻ്റെ എല്ലാ നിർമ്മാണ പ്രവൃത്തിയും എല്ലാ അടിപ്പാതകളും ഇങ്ങനെ കുഴിച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നുകൊണ്ട് ഇനിയുള്ള യാത്ര ഇത്രയും കാലം ഏറ്റവും സുഗമമായി NH അടക്കം ഉപയോഗിച്ച നമുക്ക് ഇനി ദുരിത യാത്രയായിരിക്കും മഴക്കാലത്ത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം ദുരിതത്തിലേക്കാണ് ഈ NH-ൻ്റെ നിർമ്മാണ പ്രവൃത്തി കൊണ്ട് സാധാരണക്കാരൻ്റെ യാത്രയ്ക്ക് വന്നിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. യാത്രക്കാർക്ക് ഭീഷണിയായി KSTP റോഡിലും പഴയങ്ങാടി താവം ദാലിൽ റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമായി. ഇവിടെ ഓവുചാൽ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. മഴ ശക്തമായാൽ പഴയങ്ങാടി താവം ദാലിൽ പ്രദേശവാസികൾ സഞ്ചരിക്കേണ്ടത് ഈ വെള്ളക്കെട്ടിലൂടെയാണ്. ദാലിൽ റോഡിലും KSTP റോഡിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. പലപ്പോഴും വെള്ളം തെറിക്കുന്നത് ഒഴിവാക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡരികിൽ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഓവുചാലോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല. ഇതിന് തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പും ഉള്ളത്. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ദുരിതത്തിലാവും. കാൽനടയാത്രക്കാർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. റോഡിൽ ഡിവൈഡറോ മറ്റു സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയാൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ വീഴാതെ യാത്ര ചെയ്യാമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. താവത്തെ ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് MLA ഉൾപ്പെടെ വിവിധ അധികാരികൾക്ക് നിവേദനം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. KSTP റോഡിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ട് താവം ദാലിൽ പ്രദേശത്തെ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ 2 വീലറുമായിട്ട് വരുന്നവർ ഇപ്പോൾ വാഹനങ്ങൾ വരുമ്പം യാത്രാഭാഗത്തു നിന്ന് കയറി വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വെള്ളം തെറിക്കുമെന്നുള്ള ആദിയിൽ 2 വീലറുകാർ അങ്ങ് പാഞ്ഞു കയറുവാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു അപകടം ഇവിടെ പതിയിരിക്കുന്നത്. അപകടം നടന്നതിന് ശേഷം നമ്മൾ വിലപിക്കുന്നതിനേക്കാൾ മുന്നേ അതിനൊരു അടിയന്തരമായ ഒരു പരിഹാരം കാണുക. ഒന്നിക്കൽ ഓവുചാല് നിർമ്മിച്ചിട്ട് ഡ്രൈനേജ് നിർമ്മിച്ചുകൊണ്ട് അത് ശാശ്വതമായ ഒരു പരിഹാരം, ഇല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ഡിവൈഡർ വെച്ചിട്ട് വാഹനത്തിൻ്റെ സ്പീഡ് കുറക്കുന്നതിനെങ്കിലും തൽക്കാലം ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കാലവർഷം കൂടുതൽ ശക്തമായാൽ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാവും. താവത്ത് KSTP റോഡരികിൽ പ്രഭാത് ഓയിൽ മിൽ വരെ ഓവുചാൽ സ്ഥാപിച്ചാൽ ശാശ്വത പരിഹാരമാകും. അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ശക്തമായ കാറ്റിലും മഴയിലും മലയോരത്ത് കനത്ത നാശനഷ്ടം. ചീമേനി പെരിങ്ങാരപ്പൊയിലിൽ കാർഷിക വിളകളായ തെങ്ങ്, കവുങ്ങ് എന്നിവയാണ് കൂടുതലായും നശിച്ചത്. ദിവസങ്ങളായി തിമിർത്ത് പെയ്യുന്ന മഴയിലും കാറ്റിലും ചീമേനി പെരിങ്ങാരപ്പൊയിലിലെ KK സുമതിയുടെ വീട്ടുവളപ്പിലെ തെങ്ങുകളും കവുങ്ങുകളും ഒടിഞ്ഞു വീണ് നശിച്ചു. കാറ്റിൽ ഇവരുടെ വിറകുപുരയും തകർന്നു വീണു. ഗ്രാമപഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ശക്തമായ കാറ്റിലും മഴയിലും കണ്ടോത്ത് അമ്പലത്തറയിൽ കാലിത്തൊഴുത്ത് തകർന്നു വീണു. മുണ്ടയിൽ ഭാസ്കരന്റെ കാലിത്തൊഴുത്താണ് തകർന്നു വീണത്. ശക്തമായ കാറ്റിലും മഴയിലും കണ്ടോത്ത് അമ്പലത്തറയിലെ മുണ്ടയിൽ ഭാസ്കരന്റെ കാലിത്തൊഴുത്ത് തകർന്നു വീണു. കാലിത്തൊഴുത്തിൽ 2 പശുക്കൾ ഉണ്ടായിരുന്നെങ്കിലും അവ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വില്ലേജ് ഓഫീസറും നഗരസഭാ അധികൃതരും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കരിവെള്ളൂർ പലിയേരിയിലെ K രാഘവന്റെ കൃഷിത്തോട്ടം നശിച്ചു. വാഴയും കമുകുമാണ് കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പലിയേരിയിലെ കാരിച്ചീര രാഘവന്റെ കൃഷിത്തോട്ടം നശിച്ചു. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 40ഓളം വാഴകളും 12 കമുകുകളുമാണ് കാറ്റിൽ നിലംപൊത്തിയത്. കുലച്ച വാഴകളാണ് നശിച്ചത്. ഒരു 100-150 വാഴ വെച്ചിന്, അതിൽ കുറച്ച് കഴുകും വെച്ചിന്,
പക്ഷെ എല്ലാം കാറ്റിൽ കുറേ നഷ്ടം വന്നു. അപ്പം അതിനെന്തെങ്കിലും കൃഷി കിട്ടുമെങ്കിൽ മേടിക്കാനുള്ളൊരു ഇതുണ്ട്. അവരെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വാഴക്കന്നിന് 1-ന് 30 രൂപ കൊടുത്ത് ചീമേനിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന നട്ട വാഴകളാണ് കുലച്ച് 2 മാസമാകുമ്പോഴേക്കും നിലം പൊത്തിയത്. 12 കമുകുകളും കാറ്റിൽ കടപുഴകി. ശമനമില്ലാതെ തുടരുന്ന കാറ്റിലും മഴയിലും നിരവധി പേരുടെ കൃഷിയിടങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം മരിയാനഗറിൽ വെള്ളക്കെട്ട് കാരണം ജനങ്ങൾ ദുരിതത്തിൽ. മരിയാനഗറിലെ 10ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ താമസിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ ചെറുതാഴം മരിയാനഗറിലെ 10ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്നത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ കുടുംബങ്ങൾ താമസിക്കുന്നത്. മഴ ശക്തമായാൽ വെള്ളം വീടിനുള്ളിൽ വരെ എത്താൻ സാധ്യതയുണ്ട്. എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെന്ന് ഇവർ പറയുന്നു. എല്ലാ കാലവും ഞങ്ങളടുത്ത് വെള്ളം നിൽക്കുന്നതാണ്. ഇന്ന് മാത്രമല്ല, കാലാകാലം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇപ്പം വെള്ളക്കെട്ട് നമ്മുടെ വീട്ടിനുള്ളിൽ വരെ കയറലായി. ഇതിനൊരു വഴി കാണിച്ചതാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പഞ്ചായത്ത് അധികൃതർ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം പുറത്തിരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണ സംഭവം. സ്ഥലം സന്ദർശിച്ച് എം വിജിൻ MLA. കഴിഞ്ഞ ദിവസമാണ് ശക്തമായ കാറ്റിൽ ആൽമരം കടപുഴകി വീണത്. കുഞ്ഞിമംഗലം പുറത്തിരുവത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണ സംഭവത്തിൽ സ്ഥലം സന്ദർശിച്ച എം വിജിൻ MLA. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ശക്തമായ കാറ്റിൽ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരം ക്ഷേത്രത്തിലെ ചാമുണ്ഡി ദൈവത്തിന്റെ പള്ളിയറയ്ക്ക് മുകളിലേക്ക് കടപുഴകി വീണത്. അപകടത്തിൽ പള്ളിയറയ്ക്ക് മുകളിലായി നിർമ്മിച്ച മേൽക്കൂരയുടെ ഷീറ്റ് തകർന്നു. മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബുധനാഴ്ച രാവിലെയോടെയാണ് MLA സ്ഥലം സന്ദർശിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുകുന്നത്തറയിൽ KSTP റോഡരികിലെ തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ല. കാൽനട യാത്രക്കാരും വാഹനങ്ങളും ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. ചെറുകുന്നത്തറയ്ക്കും കണ്ണപുരം പോലീസ് സ്റ്റേഷനും ഇടയിലാണ് അപകടാവസ്ഥയിലായ ഈ തോട്. മഴക്കാലമായതോടെ തോട്ടിൽ വെള്ളം നിറയുകയും ചെയ്തു. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന KSTP റോഡരികിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി കടന്നുപോകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഏറെ ഭീഷണിയാണിതെന്ന് നാട്ടുകാർ പറയുന്നു. വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. KSTP റോഡ് പണി പൂർത്തിയാക്കാത്ത രീതിയിലാണ് ഉള്ളത്. ഈ ഓവുചാലിൻ്റെ പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഈ റോഡ് ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് പറയാം. ഇവിടെ ഓവുചാലിന് സമീപത്ത് അതിര് കെട്ടാത്തത് കാരണം വണ്ടി ഇടക്കിടയ്ക്ക് ആക്സിഡന്റ് ആവുന്നുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ഒരു നാട്ടുകാരെന്ന രീതിയിൽ അഭിപ്രായം പറയാം. അപകടം ഒഴിവാക്കാൻ റോഡരികിൽ താൽക്കാലികമായി സുരക്ഷാവേലിയെങ്കിലും നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഗുരുതരമായ കരൾ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന ഏഴോം ബോട്ട് കടവിലെ A. ഷർമിയയുടെ ചികിത്സക്കായി സമാഹരിച്ച തുക ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി. ഏഴോം സുന്നി വലിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയും ഏഴോം സാന്ത്വന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിലൂടെയാണ് തുക സമാഹരിച്ചത്. ഗുരുതരമായ കരൾ രോഗം ബാധിച്ചു ചികിത്സയിൽ കഴിയുന്ന ഏഴോം ബോട്ടുകടവിലെ A. ഷർമിയയുടെ ചികിത്സയ്ക്കായി ഏഴോം സുന്നി വലിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയും ഏഴോം സാന്ത്വന കേന്ദ്രവും സംയുക്തമായി സമാഹരിച്ച തുക ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി. ബിരിയാണി ചലഞ്ചിലൂടെയാണ് തുക സമാഹരിച്ചിരുന്നത്. ചികിത്സാ കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ P. ഗോവിന്ദന് മഹല്ല് ഖത്തീബ് നിസാർ അഹമ്മദ് സഖാഫിയും ജമാഅത്ത് പ്രസിഡന്റ് CP മുസ്തഫ ഹാജിയും ചേർന്ന് 2,55,680 രൂപ കൈമാറി. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി CK അബ്ദുൾ റസാഖ്, ചികിത്സാ കമ്മിറ്റി ജനറൽ കൺവീനർ MP ഉണ്ണികൃഷ്ണൻ, ട്രഷറർ M. അബ്ദുള്ള, വാർഡ് മെമ്പർ KP അനിൽകുമാർ, KP മോഹനൻ, കൺവീനർ സാലിം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോത്തായ്മുക്ക് ചെറുപുഴ റോഡിൽ കുണ്ടയംകൊവലിൽ റോഡ് താഴ്ന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതർ ഉടനടി ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അപകടം ഇവിടെ ഒരു തുടർക്കഥയായേക്കും.
കോത്തായിമുക്ക് ചെറുപുഴ റോഡിൽ കുണ്ടേങ്കോവലിൽ റോഡ് താഴ്ന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. കാങ്കോൾ സീഡ് ഫാമിന് മുൻപിലായാണ് റോഡ് താഴ്ന്നിട്ടുള്ളത്. വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് കുഴി മനസ്സിലായെന്ന് വരില്ല. രാത്രിയിൽ വാഹനങ്ങൾ കുഴിയിൽ വീഴുമ്പോൾ വലിയ ശബ്ദം കേൾക്കാമെന്ന് പരിസരവാസികൾ പറയുന്നു. മുൻപും ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് നേരെയാക്കിയിട്ടുണ്ട്. പയ്യന്നൂർ ചെറുപുഴ റോഡിൽ ഈ സീഡ് ഫാമിന് മുമ്പിലായിട്ടൊരു കുഴി രൂപപ്പെട്ടത് സംബന്ധിച്ച് നമ്മൾ 2 മാസം മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കംപ്ലയിൻറ്റ് ചെയ്യുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്ന് കിളച്ച് ഒരു മീറ്ററോളം ആഴത്തിൽ കിളച്ച് ഫില്ല് ചെയ്തിട്ട് അത് ക്ലിയറായിട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത് ആ സ്ഥലത്ത് വീണ്ടും കുഴി രൂപപ്പെട്ടിട്ടാണുള്ളത്. വാഹനങ്ങൾ രാത്രിയിലൊക്കെ ഹെവി ലോറിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഭീകരമായ സൗണ്ടാണ് ഉണ്ടാകുന്നത്. സ്വകാര്യ ടെലികോം കമ്പനികൾ വലിയ കുഴികൾ കുഴിക്കുന്നതാണ് ഇതിന് കാരണമെന്നും പറയപ്പെടുന്നു. അധികൃതർ ഉടനടി ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടെ അപകടം ഒരു തുടർക്കഥയായേക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നേത്ര ചികിത്സാ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന ദ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി കൂടുതൽ വിശാലമായ സ്ഥലത്തേക്ക് മാറുന്നു. പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ സി വോയ്സ് ബിൽഡിംഗിൽ മെയ് 31 ഉദ്ഘാടനം നടക്കും. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളും നേത്രരോഗ വിദഗ്ധരുടെ സേവനവും വർഷങ്ങളായി നൽകിവരുന്ന ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ പയ്യന്നൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി മികച്ച സേവനങ്ങളോടുകൂടി കൂടുതൽ വിശാലമായ സ്ഥലത്തേക്ക് മാറുകയാണ്. മെയ് 31 വൈകുന്നേരം 4 മണിക്ക് പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ സിവോയ്സ് ബിൽഡിംഗിൽ ഉദ്ഘാടനം നടക്കും. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ, പ്രശസ്ത സിനിമാ താരം മഹിമ നമ്പ്യാർ തുടങ്ങിയവർ സന്നിഹിതരാകും. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. അതിവിപുലമായ ജനറൽ ഫാർമസി, ലബോറട്ടറി, ഒപ്റ്റിക്കൽ ഷോറൂം, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കണ്ണ് പരിശോധന എന്നിവ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ്. വിവിധ തരം ബ്രാൻഡുകളുടെ കണ്ണടകളും പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ PM സുരേഷ് ബാബു, CEO മുകേഷ് അത്തായി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡ് തകർന്ന് യാത്ര ദുരിതമായി മാറുന്നു. ചന്തപ്പുര വലിയപള്ളി വിളയാങ്കോട് റോഡിൽ ചന്തപ്പുര മുതൽ വലിയപള്ളി വരെയുള്ള ഭാഗമാണ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചന്തപ്പുര വലിയപള്ളി വിളയാങ്കോട് റോഡിൽ ചന്തപ്പുര മുതൽ വലിയപള്ളി വരെയുള്ള ഭാഗമാണ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്നതും ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ടോറസ് പോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നതുകൊണ്ടാണ് റോഡ് പൂർണ്ണമായി തകരാൻ കാരണമായത്. റോഡ് തകർന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. നമ്മൾ ഈ റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ മുച്ചോട്ടേക്ക് കടന്നപ്പള്ളി, പള്ളി, മറ്റേ കുറ്റിയോട്ട്, പുലിയൂരുകളി ശാസ്ത്രം ഇവരുടെയെല്ലാം ഇഷ്ടംപോലെ യാത്രക്കാർ വരുന്നതാണ്. പക്ഷേങ്കിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. അവരെ ഈ നടുവെല്ലാം വേദനയെടുത്ത് നമുക്ക് വണ്ടിയുടെ പാർട്സ് എല്ലാം കംപ്ലീറ്റ് 50 രൂപയുടെ ഓട്ടത്തിന് നമുക്ക് ഒരു 10-200 രൂപ ചിലവാകും. ഒരു 2-3 ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ നമ്മളെ നടുവേദനയും വണ്ടിയുടെ അവസ്ഥയും നമ്മൾ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നന്നാക്കണം നമുക്ക് പറയാനില്ല. നമ്മളെ ഓട്ടോ തൊഴിലാളികൾ കംപ്ലീറ്റ് ചന്തപ്പുര ഡിവിഷനിലെ എല്ലാവരും ഇങ്ങോട്ട് വരുന്നവരാണ്. പക്ഷേ എല്ലാവരും ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും മാറി നിൽക്കുന്നത്. വരാൻ തന്നെ മടിയാണ്, വരാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ലൈനിൽ വെക്കുമ്പോൾ നമുക്ക് യാത്രക്കാരോട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ട്. എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ റോഡ് റീടാറിംഗ് നടത്തി ഗതാഗതം സുഗമമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. കാങ്കോൽ കുണ്ടയംകോവലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രിന്റിംഗ് സ്ഥാപനം പ്രദേശത്ത് ദുരിതം വിതയ്ക്കുന്നു. 3 കുടുംബങ്ങളുടെ കിണർ വെള്ളമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കലർന്ന് മലിനമായിരിക്കുന്നത്. അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സർവേയിലൂടെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ച് പയ്യന്നൂർ നഗരസഭ. ചെയർപേഴ്സൺ KV ലളിത പയ്യന്നൂർ നഗരസഭയെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ പുതിയങ്ങാടി ടൗണിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിന് പിഴ ചുമത്തി. സ്ഥലമുടമയ്ക്കും സ്ഥലത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്വാർട്ടേഴ്സിനും സ്ഥാപനത്തിനുമാണ് പിഴ ചുമത്തിയത്. കരിവെള്ളൂർ സമരനായകരിൽ ഒരാളായിരുന്ന K. കൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഓണക്കുന്നിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടറി KK രാകേഷ് ഉദ്ഘാടനം ചെയ്തു.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.